ഗുഡ് മോർണിംഗ്. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പാലക്കാട്ടേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ അടുക്കളയിൽ കയറി. കാരണം സൊന്ന് സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുപോകണം. നമ്മൾ ഇവിടെ നിന്നാണ് നേരിട്ട് സ്കൂളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് തിരക്കാണ്. രാവിലേക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് കടലക്കറിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടും കടലക്കറിയാണ്. വേവിച്ച് വെച്ച കടലയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ട് പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ സോനുവിനെ ലഞ്ചിന് കൊണ്ടുപോവുകയും ചെയ്യാം. അവന് കറി വേണമെന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഞാനും അമ്മയും ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഓരോ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം വന്നിട്ട് നമുക്ക് നിൽക്കാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കായിരുന്നു. സാറ്റർഡേ സൺഡേ കൂടി തിരക്കാണ് കേട്ടോ. കാരണം ഞാൻ പിന്നെ പറയാം. ഇവിടെ മഴയൊക്കെ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു. രാവിലെ നേരത്തെ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് തണുപ്പുണ്ടാവും. നമ്മളിവിടെ അടുപ്പൊക്കെ കത്തിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അടുപ്പിന്റെ സൈഡിൽ തന്നെ നിന്നിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് നല്ല രസമാണ്. കാരണം നമുക്ക് തണുപ്പത്ര അറിയില്ല. കടലക്കറി വയ്ക്കുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വറുത്തിടാറുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കടലക്കറിക്ക് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനും അമ്മയും കൂടി ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ചു. വേറെ ആരും എണീറ്റിട്ടില്ല കേട്ടോ. എത്ര സംസാരിച്ചാലും തീരാത്ത സബ്ജക്റ്റുകളായിരിക്കും അമ്മമാർക്ക് നമ്മുടെ അടുത്ത് സംസാരിക്കാനുണ്ടാവുക. പിന്നെ ഒരു ചോദ്യം, ഇതൊന്നും ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ എന്ന്. അങ്ങനെ എത്ര ദിവസം നിന്നാലും ഈ പോകുന്ന ദിവസം ഇങ്ങനെ തന്നെയാണ് മിക്കവാറും. കാരണം എത്ര സമയം ഉണ്ടെങ്കിലും നമുക്ക് തികയാത്തൊരവസ്ഥയാണ്. അതുപോലെ എത്ര സംസാരിച്ചാലും തീരാത്ത അവസ്ഥയാണ്. പുട്ടിനുള്ള പൊടി ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുട്ടിന് നനയ്ക്കുമ്പോൾ പൊടി ഇതുപോലെ ഒരു പിടിയായിട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു പാകം. പുട്ടിന് പൊടി കുഴയ്ക്കാനായിട്ട് എന്നെ പഠിപ്പിച്ച ആള് എനിക്ക് പറഞ്ഞു തന്നതാണ്. നമ്മളിവിടെ എൻ്റെ വീട്ടിൽ രാവിലെ എണീറ്റ ഉടനെ ചായ നിർബന്ധമാണ് കേട്ടോ. പക്ഷെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ ശീലങ്ങളൊക്കെ മാറി. പിന്നെ ഞാൻ വിരുന്ന് വരുമ്പോഴാണ് ഇവിടെ രാവിലെ എണീറ്റ ഉടനെ ചായ കുടിക്കുന്ന ആ ഒരു ശീലം പിന്നെയും പൊടി തട്ടിയെടുത്ത് തുടങ്ങുന്നത്. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ചോറൊക്കെ വാർക്കുന്നത്. എത്ര വലിയ പാത്രത്തിലാണെങ്കിലും ചോറ് അമ്മ ഇങ്ങനെയാണ് വാർക്കുന്നത്. വേവിച്ചെടുത്ത കടല പുഴുക്കാക്കാനായിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് നേരം വെളുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഡോറൊക്കെ തുറന്ന് നമുക്ക് പുറത്തൊന്ന് പോയി ഒന്ന് നടന്നിട്ട് വരാമെന്നുള്ളത്. എപ്പോഴും വീട്ടിൽ വരുമ്പോൾ രാവിലെ എണീറ്റ ഉടനെ വെറുതെ നമ്മുടെ ചുറ്റുവട്ടത്ത് കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങും കേട്ടോ. നേരം പരപരാന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ചൊക്കെ ഇരുട്ടാണ്. കുറച്ചു നേരം നടക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് സ്വയം റീചാർജ് ആവും. അപ്പം നമുക്ക് ഇനി അടുക്കളയ്ക്ക് കയറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഓൺ ദ വേ ആണ്. അപ്പോൾ ഇത് എല്ലാവരും എണീക്കുന്ന സമയമായിട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചായ വെക്കുന്നത് അടുപ്പിലാണ്. സാധാരണയായിട്ട് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഇതുപോലെ അടുപ്പിലൊക്കെ ചായ വെക്കാറ്. പക്ഷെ ഗ്യാസ് അടുപ്പൊന്നും ഒഴിവില്ലാത്തതുകൊണ്ട് അമ്മ വേഗം അടുപ്പിൽ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇത് കടല, ഇത് സോനിനുള്ള സ്പെഷ്യലാണ് കേട്ടോ. ഏകദേശം 6:30 ആയിട്ടുണ്ട്. ചോറൊക്കെ റെഡിയായി. ഇത് പുട്ടും കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വേഗം ഫ്രഷ് ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആവാനുള്ള ഒരുക്കത്തിലാണ്. ഒരു ദിവസത്തേക്കാണെങ്കിലും ഒരു മാസത്തേക്കാണെങ്കിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ലഗേജസ് ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. സോനിനൊക്കെ ഉണർത്തി കുളിപ്പിച്ച് ഇതേ അമ്മ മുടിയൊക്കെ ചീവി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും ഇതുപോലത്തെ ഒരു ചാൻസ് റയറായിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പം ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇന്ന് അമ്മയാണ് സോനിനെ ഒരുക്കുന്നത്. അമ്മയ്ക്ക് ഞാനിങ്ങനെ റെഡി ആവുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു. നമ്മൾ റെഡിയായി. അഹാന് സോനൊരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. രണ്ടുപേർക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് അതിൻ്റെ ഒരു ക്ഷീണമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ടാറ്റ പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എപ്പോൾ വരുന്നുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരേ സമയം ഈസിയാണ് ടഫാണ്. സ്വന്തം വീട്ടിലേക്ക് പോകാനായിട്ട് എപ്പോഴും ഒരു നല്ല ദിവസമോ അല്ലെങ്കിൽ നല്ല വിശേഷ ദിവസങ്ങളോ നോക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല. തോന്നുമ്പോൾ കയറി ചെല്ലാം, ഇതെന്താ സത്രോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ തോന്നുമ്പോൾ കയറി ചെല്ലാൻ പറ്റണം. അതാവണം എനിക്ക് എൻ്റെ വീടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അതിപ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് എത്താൻ കഴിയുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കും അമ്മയ്ക്കും ഒരുപോലെ സമാധാനം കിട്ടുന്ന മറുപടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടോ. സ്കൂളിലെത്തിയപ്പോഴത്തേനും അവിടെ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടോപ്പ് ടൈമിലാണല്ലോ മിക്കവാറും വണ്ടികൾ വന്നു പോയിക്കൊണ്ടിരിക്കുക. അതൊരു രസമാണ് കേട്ടോ. കാരണം 8:30 ഗേറ്റ് ക്ലോസ് ആവുന്നതെന്ന് വെച്ചാൽ ഒരു 8:20 to 8:30 ആ ഒരു ടൈമിലായിരിക്കും 80% കുട്ടികളും സ്കൂളിൽ എത്തുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഒരുപാട് റഷായിരിക്കും ആ സമയത്ത്.
കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. നമ്മുടെ സ്കൂൾ മെമ്മറീസിലേക്ക് ഒന്ന് പോകും. ആ ഒരു ടോപ്പ് ടൈമിൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതും ക്ലാസ്സിലേക്ക് സ്പീഡിൽ ഓടുന്നതും അതൊക്കെ അവരുടെ മുഖത്തുള്ള ഒരു വെപ്രാളവും അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരിക്കലും നമ്മളിതൊക്കെ അനുഭവിച്ചതാണല്ലോ എന്ന് ഇങ്ങനെ ഓർത്തു പോകും. അങ്ങനെ സോനനൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഒരു ദിവസം നിന്നിട്ടാണെങ്കിലും ഒരു മാസം നിന്നിട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. മനസ്സിൽ മുഴുവൻ വീട്ടിലത്തെ കാര്യങ്ങളും അതുപോലെ അമ്മ സംസാരിച്ച കാര്യങ്ങളും അതൊക്കെ തന്നെ ആയിരിക്കും കുറച്ചു നേരം. അങ്ങനെ ഫീലിങ്സ് എന്നൊക്കെ ഒരു ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഏട്ടൻ പറയുന്നത് ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലൊരു ചായ ഇട്ട് കുടിച്ചാൽ എല്ലാ ടെൻഷനും മാറുന്നു. എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ച് നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം കേട്ടോ.